മാടവനയിൽ മാത്രമല്ല തിരുവോസ്തി ശരീരവും രക്തവുമായി മാറിയത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 55-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയും: എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. നാം സ്വീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ സത്യമായും സത്താപരമായും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണ്. ഇത് ദൃശ്യമായി മനുഷ്യന് കാണാൻ കഴിയുന്ന വിധത്തിൽ തിരുവോസ്തി നാവുകളിൽ ശരീരവും രക്തവുമായി മാറിയിട്ടുണ്ട് എന്നത് ചരിത്ര സത്യമാണ്. 1997 ഒക്ടോബർ 6 പാലക്കാട് കഞ്ചിക്കോട് ഇടവകയിൽ കുട്ടികളുടെ ദിവ്യകാരുണ്യ സ്വീകരണം നടക്കുകയാണ്. അന്നത്തെ പാലക്കാട് രൂപതാധ്യക്ഷൻ ജേക്കബ് മനത്തോടത്ത് പിതാവാണ് പ്രധാന കാർമ്മികൻ. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ആ ഇടവകയിലെ കഞ്ചിക്കോട് റാണി എന്ന വിശ്വാസിയുടെ നാവിൽ വിശുദ്ധ കുർബാന ശരീരരക്തങ്ങളായി ദൃശ്യമായി മാറിയതിന് ഇടവക സമൂഹം മുഴുവനും സാക്ഷികളാണ്. പിന്നീട് 3 പ്രാവശ്യവും കൂടി ഈ റാണി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ദൃശ്യമായി കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുകയുണ്ടായി. 1992 ജനുവരി 1 ജെറി ഓർബോസ് എന്ന വൈദികന്റെ കരങ്ങളിൽ നിന്നും സ്വീകരിച്ച വിശുദ്ധ കുർബാന ജൂലിയാന കിം എന്ന സ്ത്രീയുടെ അധരത്തിൽ കർത്താവിൻ്റെ ശരീരവും രക്തവുമായി ദൃശ്യമായി കാണപ്പെട്ടതും ഒരു ചരിത്ര സത്യമാണ്. ഇന്നും അനേകം സ്ഥലങ്ങളിൽ ഇതിന് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു കാര്യം: നീ സ്വീകരിക്കുന്ന തിരുശരീര രക്തങ്ങൾ ദൃശ്യമായി വീഞ്ഞിൻ്റെയും അപ്പത്തിൻ്റെയും രൂപത്തിലാണെങ്കിലും അദൃശ്യമായി വീഞ്ഞിൽ ക്രിസ്തുവിൻ്റെ രക്തവും അപ്പത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും സത്യമായും സത്താപരമായും സന്നിഹിതമാണ് എന്നത് അരക്കെട്ടുറപ്പിക്കുകയാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ മാസം വരാപ്പുഴ അതിരൂപതയിലെ മാടവന പള്ളിയിൽ ആഗ്നസ് ഏലീഷ എന്ന പെൺകുട്ടിയുടെ നാവിൽ 3 തവണ തിരുവോസ്തി ശരീരവും രക്തവുമായി മാറി. ഇതേക്കുറിച്ചെല്ലാം സഭ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ദിവ്യകാരുണ്യ അത്ഭുതമായി സഭ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിലൂടെയെല്ലാം ഈശോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം: അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഈശോയുടെ ശരീരവും രക്തവുമെങ്കിലും അത് ജീവിക്കുന്ന ദൈവം തന്നെയാണ് എന്ന് സ്വർഗം വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.